ലോകരാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ നിർണ്ണയിക്കുന്ന മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ചൈന തങ്ങളുടെ സ്വാധീനം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ. വർഷങ്ങളായി അമേരിക്ക കൈവച്ചിരുന്ന ആധിപത്യത്തിനാണ് ഇപ്പോൾ ചൈന ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നത്. വെറുമൊരു വ്യാപാര പങ്കാളി എന്നതിനപ്പുറം മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളിൽ വരെ ചൈന ഇപ്പോൾ നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞു. അടുത്തിടെ അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായ വൻ സൈനിക നീക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശേഷം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും ആദ്യഘട്ട ചർച്ചകൾക്ക് ധാരണയായിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ചൈന ഈ സമാധാന നീക്കങ്ങളെ സ്വാഗതം ചെയ്യുകയും മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാൻ തങ്ങളുടെ ഭാഗത്തുനിന്നും 4 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇറാനുമായി ശക്തമായ തന്ത്രപ്രധാന പങ്കാളിത്തം പുലർത്തുന്ന ചൈന മിഡിൽ ഈസ്റ്റിൽ യുദ്ധമല്ല ചർച്ചകളാണ് പരിഹാരമെന്ന നിലപാടിലാണ്. സൈനികമായി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ ചൈന അവിടെ സാമ്പത്തിക വേരുകളാണ് പടർത്തുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ചൈനയുടെ വ്യാപാരം ഏതാണ്ട് $500 ബില്യൺ മുകളിലാണ്. സൗദി അറേബ്യയുമായി സ്മാർട്ട് സിറ്റി നിർമ്മാണ കരാറുകളിലും UAE വൻതോതിലുള്ള വ്യോമയാന AI മേഖലകളിലും ചൈനീസ് കമ്പനികൾ കോടികളുടെ നിക്ഷേപമാണ് നടത്തുന്നത്. ചൈനയ്ക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്ക് വരുന്നത് സൗദിയിൽ നിന്നും ഇറാനിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ മേഖലയിലെ സമാധാനം ചൈനയുടെ സ്വന്തം ആവശ്യമാണ്. മിഡിൽ ഈസ്റ്റിലെ ചൈനയുടെ ഈ വളർച്ച വാഷിംഗ്ടണിൽ വലിയ ആശങ്കകൾക്ക് കാരണമാകുന്നുണ്ട്. അമേരിക്ക തങ്ങളുടെ സൈനിക ശേഷി മിഡിൽ ഈസ്റ്റിൽ വിന്യസിക്കുമ്പോൾ ആ തക്കം നോക്കി ചൈന അവിടുത്തെ വിപണികളും ഭരണാധികാരികളുടെ വിശ്വാസവും നേടിയെടുക്കുകയാണ്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലൂടെ അമേരിക്കൻ ഡോളറിന്റെ അപ്രമാദിത്വം കുറയ്ക്കാനും ചൈന ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ, തോക്കുകളും മിസൈലുകളുമായി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിൽക്കുമ്പോൾ വികസനവും നയതന്ത്ര ചർച്ചകളുമായി അറബ് ലോകത്തെ തങ്ങളുടെ ചേരിയിലേക്ക് അടുപ്പിക്കുകയാണ് ചൈന ചെയ്യുന്നത്. വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റിന്റെ യഥാർത്ഥ നിയന്ത്രണം ആരുടെ കൈകളിലാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.